ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ ലഡു റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ലഡുവാണിത്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കിയെടുക്കണേ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കാൻ നോക്കുക. 2 ദിവസമായി ഇത് ഫ്രിഡ്ജിൽ ഇരിക്കണു. അതുകൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ലഡു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം നല്ലതുപോലെ കളഞ്ഞിട്ട് ഈ നടുഭാഗത്ത് വരുന്ന പീസൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പൈനാപ്പിൾ. അപ്പോൾ അത് ഞാൻ ഈ ഭാഗമെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ അതേ നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു കട്ടകളൊന്നും കൂടാതെ തന്നെ എല്ലാതും നല്ലതുപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ പൈനാപ്പിൾ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നെയ്യിൻ്റെ ടേസ്റ്റ് ഇവിടെ അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ 1 ടീസ്പൂൺ മാത്രം ഉപയോഗിച്ചേ. എന്നിട്ട് ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. നല്ലതുപോലെ തന്നെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ നല്ല മധുരം ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മധുരം കുറച്ച് കൊടുത്താൽ മതിയാവും. അഥവാ പുളി കൂടുതലുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മധുരം കൂടി കൂട്ടി കൊടുക്കുക കേട്ടോ. ഇനി ആ പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽറ്റായി വരുന്ന ടൈം കൊണ്ട് ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതെടുത്താൽ മതിയാവും. ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വറുത്ത റവ ചേർത്ത് കൊടുത്തിട്ട് കൈ വിടാതെ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കട്ടകളൊന്നും കൂടാതെ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് കുറച്ച് സമയം കൊണ്ട് മാത്രം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത ആ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു തിക്കായി വരുന്ന വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചൂടാറി വന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2 കൈയിലും കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് ഇതിന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ലഡുവിൻ്റെ ഷേപ്പ് പോലെ നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതേ ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുന്തിരി വെച്ച് കൊടുക്കാം കേട്ടോ. വെറുതെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ബാക്കിയുള്ളതെല്ലാം ഇവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും പണിയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം തന്നെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.